ഭൗതിക വിഭ്രമങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യ മനസ്സിനെ ഈശ്വരോന്മുഖമാക്കുകയും സന്മാർഗ ചിന്തകളുടെ വെളിച്ചം കാട്ടിത്തരികയും ചെയ്യുന്ന കൃതിയാണ് ജ്ഞാനപ്പാന. ജ്ഞാനപ്പാനയിലെ ഏറെ സുപരിചിതമായ എല്ലാവർക്കും അറിയുന്ന വരികളാണ്: 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. ഒരിടത്തെടുത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ദൈവവിശ്വാസം തീരെ ഉണ്ടായിരുന്നില്ല. മന്ത്രിക്കാണെങ്കിൽ വലിയ ദൈവവിശ്വാസമായിരുന്നു. ഒരു ദിവസം രാജാവ് മന്ത്രിയോട് ചോദിക്കുകയാണ്, ഈ ലോകത്ത് എല്ലാവർക്കും അവരവരുടേതായ ഓരോ ജോലിയുണ്ട് അല്ലെ? എല്ലാവരും ആരാധിക്കുന്ന, പുകഴ്ത്തുന്ന, സ്തുതിക്കുന്ന ഈ ദൈവത്തിന് എന്താ ജോലി? ദൈവം എന്താ ചെയ്യണേ? മന്ത്രിക്കാണെങ്കിൽ പെട്ടെന്നൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. മന്ത്രിയുടെ പെരുങ്ങല് കണ്ടപ്പോ രാജാവിന് ഒരു രസം. രാജാവ് പറഞ്ഞു, ഞാൻ 30 ദിവസത്തെ സമയം തരാം. അതിനുള്ളിൽ എനിക്ക് ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ തങ്ങളുടെ ജീവൻ കളയും, തല കളയുമെന്ന് പറയുകയാണ്. അപ്പോൾ മന്ത്രിക്ക് ആകെ പരിഭ്രമമായി. ഭയങ്കര വിശ്വാസിയൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരമൊന്നും പറയാനായിട്ട് മന്ത്രിക്ക് അറിയില്ല. മന്ത്രി ആലോചിച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. 30 ദിവസം അടുക്കാറായി. അപ്പൊ മന്ത്രി തന്റെ മരണം അടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. കാട്ടിക്കൂടെ നടക്കുമ്പോൾ ഒരു ആട്ടിടയൻ ആ വഴിക്ക് വരുവാണ്. ഈ ആട്ടിടയൻ മന്ത്രിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് എന്ത് പറ്റി? അങ്ങയുടെ മുഖത്ത് ഭയങ്കര വിഷാദഭാവമാണല്ലോ, എന്താ പറ്റിയേ? എന്നോട് പറയൂ എന്ന് പറയാണ്. അപ്പോ മന്ത്രി കാര്യങ്ങൾ പറയും. അപ്പൊ ഈ കുട്ടി പറയും, ഓ ഇത്രയേ ഉള്ളൂ, ദൈവം എന്താ ചെയ്യണേന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും, ഞാൻ രാജാവിനോട് പറയാന്ന് പറയാണ്. അങ്ങനെ കുട്ടീനെയും കൊണ്ട് ഈ മന്ത്രി കൊട്ടാരത്തിലെത്തുകയാണ്. അപ്പൊ എല്ലാവരും വളരെ കൗതുകത്തോടെ തമാശയോട് കൂടിയിട്ട് ഈ കുട്ടീനെ നോക്കുകയാണ്. കാര്യം എന്താ, ഈ കുട്ടീനെ തല പോവാണെന്നാണല്ലോ ഇവരുടെയൊക്കെ വിചാരം. ഈ കുട്ടിക്ക് എന്തറിയാനാണ്? രാജാവിന്റെ അടുത്തേക്ക്, രാജ്യസഭയിലേക്ക് ഈ കുട്ടീനെ കൊണ്ടു ചെല്ലും. അപ്പൊ കുട്ടിയോട് ചോദിക്കും, നിനക്ക് ഉത്തരം അറിയോ എന്ന് ചോദിക്കും. ദൈവം എന്താ ചെയ്യണേന്ന് നിനക്കറിയോ? ആ എനിക്കറിയാമെന്ന് പറയും. എന്നാ പറയൂ എന്ന് പറയും. അതങ്ങനെ വെറുതെ പറയാനൊന്നും പറ്റില്ല. രാജാവ് എൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചാൽ ഞാൻ പറയാന്ന് പറയും. ശരി, ഞാൻ താങ്കളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് രാജാവ് പറയും. അപ്പോ ഈ സഭയിലൊക്കെ ഇരുത്തണമെങ്കിൽ എന്ത് വേണം? ഈ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊന്നും പറ്റില്ല അല്ലെ? അപ്പൊ നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുക്കും, ആഭരണങ്ങളൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് കുട്ടി പറയും, ഭാരതത്തിലെ ഒരു രീതി അനുസരിച്ച് ഗുരു ഇരിക്കേണ്ടത് എവിടെയാ? മുകളിലാണ്, ശിഷ്യൻ താഴ്ത്തണം ഇരിക്കേണ്ടത്. എന്നാ ശരി, സിംഹാസനത്തിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് രാജാവ് ഇറങ്ങി താഴ്ത്തിരിക്കുകയാണ്. അപ്പൊ കുട്ടി വലിയ ഘമയില് സിംഹാസനത്തിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ആഡംബരമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ രാജാവ് പറയും, ഇനി ഉത്തരം പറയും, ദൈവം എന്താ ചെയ്യണേ ചോദിക്കും. ദൈവത്തിന്റെ ജോലി എന്താന്ന് ചോദിക്കും. അപ്പോ ഈ കുട്ടി ചോദിക്കും, അങ്ങ് രാവിലെ എന്താ കഴിച്ചേ? പാൽച്ചോറ്. ഈ പാല് എവിടുന്നാ കിട്ടിയത്? അതൊന്നും അറിഞ്ഞൂടെ? വലിയ ഗുരുവാന്നും പറഞ്ഞു വന്നിട്ട് അതുപോലും അറിയില്ലേ? അല്ല, അതെവിടെ ഇരിക്കട്ടെ, ഉത്തരം പറയൂ. അപ്പൊ പറയും, പശുവാണ് പാല് തന്നേന്ന് പറയും. അപ്പൊ പറയും, ഈ പശു ഇന്നലെ രാത്രി എന്താ കഴിച്ചേ? അല്ലെ ഇന്നലെ എന്താ കഴിച്ചേ? അപ്പൊ പുല്ല്, വൈക്കോല്, പിണ്ണാക്ക് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ പശു കഴിക്കുക. അപ്പൊ എന്നാ ശരി, അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. അപ്പൊ ഒരു നല്ല വെള്ളിത്താലത്തില് ഇങ്ങനെ പുല്ലും പിണ്ണാക്കും ഒക്കെ കൂടിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. അപ്പൊ ഈ കുട്ടി പറയേ, നീ ഇതൊന്ന് പാലാക്കൂ. അപ്പോ ആർക്കെങ്കിലും സാധിക്കുന്ന കാര്യമാണോ ഈ പിണ്ണാക്ക് അല്ലെങ്കിൽ വൈക്കോല്, പുല്ല് ഇതൊക്കെ പാലാക്കി മാറ്റാന്ന് പറഞ്ഞാല്? ഇപ്പൊ ഇന്നത്തെ കാലത്തെ AI ഒക്കെ ഉണ്ടെങ്കിലും ഇത് സംഭവിക്കില്ല അല്ലെ? അപ്പോ രാജാവ് ഒന്ന് പെരുങ്ങും. അപ്പൊ പറയും, ഈ കുട്ടി പറയും, ഈ സാധനങ്ങളൊക്കെ കഴിക്കുന്ന പശുവിന് എങ്ങനെയാണോ പാലുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണോ പാലാക്കി മാറ്റുന്നത്, അതാണ് ദൈവം ചെയ്യണത് എന്ന് പറയും. ഇനി ദൈവത്തിന്റെ ജോലി എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല്, ഇതാണ് ദൈവത്തിന്റെ ജോലി. ദൈവം എന്താ ചെയ്യണമെന്ന് ചോദിച്ചാല്, ഈ മുകളിൽ ഇരുന്നിരുന്ന, സിംഹാസനത്തിൽ ഇരുന്നിരുന്ന രാജാവിനെ, അങ്ങയെ താഴെ ഇറക്കിയിരുത്തിയതും അവിടെ കാലീനമേച്ച് കീറിയ വസ്ത്രമിട്ട് നടന്നിരുന്ന എന്നെ പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് സിംഹാസനത്തിൽ ഇരുത്തിയതും ആരാണോ അതാണ് ദൈവം, അതാണ് ചെയ്യുന്നത്, ദൈവം അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, പക്വതയും
വിനയവും ഉള്ള ആളുകളുടെ കൂടെ ആണ് ഭഗവാൻ അല്ലെങ്കിൽ ലക്ഷ്മി നിലനിൽക്കുക. അപ്പൊ ഇവിടെ പൂന്താനം തിരുമേനി പറഞ്ഞത് എന്താണ്? 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. അങ്ങനെയാണ് പൂന്താനം തിരുമേനി ജ്ഞാനപ്പാനയിൽ പറഞ്ഞത് അല്ലെ. അപ്പോ അഹങ്കാരം ബാധിക്കുമ്പോൾ ആളുകൾക്ക് താഴ്ച സംഭവിക്കും. വിനയവും പക്വതയും ഉണ്ടാവുമ്പോൾ അവർക്ക് ഉയർച്ചയുണ്ടാവും. അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് അവരവർക്ക് ഉയർച്ച താഴ്ചകൾ സംഭവിക്കുന്നത് എന്നാണ് പൂന്താനം തിരുമേനി ജ്ഞാനപ്പാനയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്.